ബിഗ് ബോസ് വീടിനകത്ത് ഗബ്രി കളിച്ചുകൊണ്ടിരിക്കുന്ന ഫുൾ ഡ്രാമകളാണോ? കാരണം ഓരോ നിമിഷവും ഗബ്രി വീടിനകത്ത് കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും ഇത് ഫുള്ള് പുറത്ത് ഔട്ട് പോകേണ്ട രീതി ഗബ്രി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജാസ്മിനും ഗബ്രി ആയിട്ടുള്ള ഒരു കളിയിൽ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് ജാസ്മിൻ ഈ വീട്ടിനകത്ത് നിൽക്കുകയും ഗബ്രി പുറത്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ത് ചെയ്യും? കളിക്കും. പക്ഷേ ഗബ്രിയാണ് വീട്ടിനകത്ത് നിൽക്കുന്നത്. ജാസ്മിൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഗബ്രിക്ക് കളിക്കാൻ പറ്റത്തില്ല, ഗബ്രി തകർന്നു പോകും. രണ്ടിൽ ആരെങ്കിലും ഒരാൾ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ ജാസ്മിൻ ആണെങ്കിൽ പിടിച്ചു നിൽക്കും, ഗബ്രി ആണെങ്കിൽ പിടിച്ചു നിൽക്കില്ല എന്നാണ് സംഭവം. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അവർ തന്നെയാണ് ഇത് മൊത്തം ഇങ്ങനെ ഔട്ട്പുട്ട് പോകാൻ കാരണം. പക്ഷേ നമ്മൾ വിചാരിക്കും പോലെ ജാസ്മിൻ പിടിച്ചു നിൽക്കുമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ ഗബ്രിയും പിടിച്ചു നിൽക്കും. കാരണം ഇതെല്ലാം ഗബ്രിയുടെ ഗെയിമാണെന്ന് ഗബ്രിയുടെ മുഖത്തു നിന്ന് തന്നെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു ഇന്നത്തെ ഡേ. കാരണം ഇന്നത്തെ ഡേ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഗബ്രിയുടെ ഓരോ വാക്കുകളും പ്രവൃത്തിയും ഔട്ട്പുട്ട് പോകാനുള്ള രീതിയും എല്ലാം നല്ല ഒരു വെറൈറ്റി രീതി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്നലത്തോടുകൂടി ഗബ്രി മൂക്കും കുത്തി വീഴുമായിരിക്കുമെന്ന്. പക്ഷെ ആ മൂക്കും കുത്തി വീണത് പോലും ഒരു സ്ട്രാറ്റജിയാക്കി മാറ്റിക്കൊണ്ട് ഗബ്രി കളി മുന്നേട്ട് കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ക്വിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ബിഗ് ബോസ് ആ ജാസ്മിനെ ഒന്ന് ഇറക്കി വിടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ ബിഗ് ബോസ് മലയാളത്തിൽ ഇത്രയും ഇമോഷണലായിട്ട് ഡൗൺ ആവുന്ന ഒരാളെ വീണ്ടും 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 എന്തിനാണ് അതിനകത്ത് പിടിച്ചു വയ്ക്കുന്നത്? അവരുടെ മെൻ്റൽ കണ്ടീഷനല്ലേ, അവരുടെ മൈൻഡല്ലേ ഏറ്റവും വലുത്. ഇത് എത്ര തവണ ജാസ്മിനാണ് എത്ര അലറി കൂവി കീറി വിളിക്കുന്നുണ്ട്, എന്നിട്ട് ബിഗ് ബോസ് അതിനൊരു യാതൊരുവിധ വാല്യൂവും കൊടുക്കുന്നില്ല. അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീണ്ടും വീട്ടിനകത്ത് വിടുന്നു. കാരണം ഒരു 70-80 ദിവസം ഇവരുടെ ലവ് കോംബോ ഇങ്ങനെ നിൽക്കണം, അതിന് അഗെയിൻസ്റ്റ് വീട്ടുകാർ നിൽക്കണം. ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസിന് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് അല്ല. പക്ഷേ ബിഗ് ബോസ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് ജാസ്മിനെയും ഗബ്രിയുടെയും ഇവരുടെ ഒരു കഥ അല്ലെങ്കിൽ ഇവരുടെ എന്തോ ആവട്ടെ, ലവോ ഫ്രണ്ട്ഷിപ്പോ സിറ്റുവേഷൻഷിപ്പോ, ഇവരിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരിടത്ത് നിൽക്കണം. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീട്ടുകാർ ഫുള്ള് ഒരറ്റത്ത്. ഈ ഗെയിം അങ്ങനെ ഇരിക്കും 70-80 ദിവസം ഒറ്റ വേയിൽ തന്നെ ഇങ്ങനെ ജാസ്മിനെയും ഗബ്രിയും വെച്ച് മാത്രം ഓടും. അതിന് വേണ്ടിയിട്ട് ജാസ്മിനെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് കൺവിൻസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മുൻകാല സീസണുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു രൂക്ഷമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് ഔട്ടിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ജാസ്മിനെ വീണ്ടും പിടിച്ചു നിർത്തുന്നു. ജാസ്മിന് പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ്, ടോപ്പ് 5 എത്താൻ ക്യാപ്പബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഒരാളുടെ മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ് ബിഗ് ബോസ് അത് പുറത്താക്കണമെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറയണമായിരുന്നു. കാരണം ഈ പറയുന്ന ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ, ഇവർ പുറത്താവണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണോ, നിങ്ങൾ പുറത്ത് പോയി എന്ന് പറഞ്ഞ ഒരു തീരുമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലെ ഗെയിം ആണോ റിയാലിറ്റി ആണോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനൊരു ചാൻസ് പോലും ആർക്കും തരുന്നില്ല. എല്ലാം ബിഗ് ബോസിന്റെ തീരുമാനം പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിബിൻ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്ററാണ്. പക്ഷെ അത് സിബിൻ്റെ ഗെയിമാണ്, സിബിൻ്റെ കഴിവാണ്. സിബിൻ അത് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ്. പക്ഷേ വീട്ടുകാരെ ഫുള്ള് ഇപ്പം സിബിൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ ജനങ്ങൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്, ആരെയാണ് അവർക്ക് വെറുപ്പിക്കുന്നത് നല്ല പോലെ അറിയാം. അപ്പോൾ പ്രേക്ഷകർ ആരെയാണ് വെറുക്കുന്നത്? വീട്ടിനകത്ത് കയറി വന്നിട്ട് അവരെ സിബിനും വെറുക്കുന്നു, വീട്ടുകാരെ ഫുൾ അവരെ വെറുപ്പിക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെ ഫുൾ അവരുടെ എഗെയിൻസ്റ്റ് ആക്കുന്നു. അപ്പോൾ അവിടെ ആര് ജയിച്ചു? പ്രേക്ഷകർ ജയിച്ചു. ഞാൻ അവിടെ പോയാൽ ഇത് തന്നെ ഇവർക്കെതിരെ കളിക്കാൻ തന്നെ ഇരുന്നത്, ഈ സിബിനും പോയിട്ട് അങ്ങനെ തന്നെ കളിക്കുന്നു, ഇവൻ കൊള്ളാം കേട്ടാ, ആ ഒരു മൈൻഡ് സെറ്റിലോട്ടാണ് സിബിൻ കാര്യങ്ങൾ എത്തിക്കുന്നത്. അതെന്തായാലും സിബിൻ്റെ ഗെയിം സൂപ്പറായിട്ട്. പക്ഷേ സിബിൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ 2-3 ദിവസം മുന്നേ പറഞ്ഞ പോലെ ഏശനി, പരദൂഷണം, കൂട്ടിയടി, മാനിപ്പുലേറ്റർ, ഈ പേരെല്ലാം വരും. ഗെയിം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ജാസ്മിനെയും ഗബ്രിയെയും വിട്ടുപിടി, അവരെ വിട്ടരെ, അവരുടെ കാര്യം ബാക്കിയുള്ളവർ നോക്കുന്നുണ്ട്. സിബിന് അതിനേക്കാളും സൂപ്പറായിട്ട് കളിക്കാൻ ക്യാപ്പബിൾ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സോ സൂപ്പറായിട്ട് പൊട്ടൻഷ്യലായിട്ട് കളിക്കാൻ പറ്റും. അത് സിബിൻ പിടിച്ചു കഴിഞ്ഞാൽ സൂപ്പറാവും. അർജുൻ സിബിനെ ഒരു കത്രിക പൂട്ടി വെച്ചിരിക്കുകയാണ്. ശ്രീധുവിനെ വെച്ചിട്ട് ദേഹത്ത് തൊട്ടുള്ള കളി, അത് ലവ് കോംബോയും കൂടി അതിനകത്താണെന്ന് കറങ്ങുന്നില്ലേ. അടുത്ത് നോമിനേഷൻ ഇന്ന് വന്നു. സായി ഇല്ല നോമിനേഷനിൽ. സായി അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റഡ് ആണെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. അഭിഷേക് ശ്രീകുമാർ 2 ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഓൾറെഡി ഇന്നലെ നടന്നൊരു സംഭവം, വീക്കെൻഡിൽ ലാലേട്ടൻ വീണ്ടും പറഞ്ഞത് ഈ ആഴ്ച നോമിനേഷൻ റിപ്പീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആരൊക്കെയാണ് നോമിനേഷൻ ഉള്ളത് അവർ തന്നെയാണ് ഈ ആഴ്ചയും. പക്ഷേ ഈ പറയുന്ന സായിയുടെ ഒരാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റെ 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും. മനസ്സിലായോ? പിന്നെ ടീം തിരിച്ചിട്ടുള്ള ഓരോരോ കളികളിൽ ഗബ്രിയെയും ജാസ്മിനെയും 2 ആക്കി 2 ടീമുകളിലൊക്കെ ഇരിക്കുകയാണ് ജിൻഡോ. പക്ഷേ ജിൻഡോ എല്ലായിടത്തും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ജിൻഡോയുടെ ഗെയിം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഗ്രാഫാണ് ജിൻഡോ. മണ്ടൻ എന്നുള്ള ഒരു ലെവലിൽ നിന്നും ബുദ്ധിമാനിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ
ഡേ 36 ഏപ്രിൽ 15-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയിട്ട് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ ഞാനും വരട്ടെ ഈ പാട്ടാണ്. ജിൻഡോയും സായും കൂടെ രാവിലെ തന്നെ സംസാരിക്കുകയാണ്. ക്യാപ്റ്റ അതെ നോക്ക്, മൈക്കില്ലാതെ ജാസ്മിൻ അവിടെ ഇരിക്കുന്നു, ഗബ്രിയായിട്ട് സംസാരിക്കുന്നു. അഭിഷേക് ജയദീപ് പറയണം, ശരിയാണ് അഭിഷേക് ജയദീപ് ഉണ്ട്. അപ്പോൾ ജിൻഡോ പറയും, ജാസ്മിനെ നിൻ്റെ ഒരു മാരത്തെ ഡാഷ് പരിപാടി എന്തിനാണെന്ന് കാണിക്കുന്നില്ല, മ്യൂട്ടാണ്, പരിപാടി ഇവിടെ കാണിക്കരുത്. അപ്പോൾ ജാസ്മിനോട് പോയി കേസ് കൊടുക്കണോ, ഇപ്പോൾ കേസ് കൊടുക്ക്, എൻ്റെ പ്രാന്തളവ് ഞാനിവിടെ ഇരിക്കുന്നത്, എൻ്റെ പ്രാന്തളവ് താൻ പോടോ, ഞാൻ കേൾക്കൂല, താൻ എന്താ ചെയ്യുന്നത്, ഞാൻ കേൾക്കാൻ പോകണ്ട, താൻ എന്തോടെ പറ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ജിൻഡോ പറയണം, നീ പോ, ഈ പരിപാടി നടക്കൂല, ഇവിടെ ഈ പരിപാടി നടക്കൂല, മൈക്കിട് ജാസ്മിനെ, മൈക്കിട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ജാസ്മിൻ മൈക്ക് ധരിക്കുക. അപ്പോൾ ജിൻഡോ അകത്തുനിന്ന് ഗൂ 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 ഗൂ, അയ്യോ ഇപ്പം എന്തരായി, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. ബിഗ് ബോസ് പറഞ്ഞപ്പോൾ എന്തരായി, അയ്യയ്യേ. അപ്പോൾ ജാസ്മിൻ വീണ്ടും, എനിക്ക് വയ്യ ബിഗ് ബോസ്, എന്നെ ഇവിടുന്ന് വീട് ബിഗ് ബോസ്, എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകണം, എന്നെ ഇവിടെ നിന്ന് പറയുന്നു, ഒന്ന് ഇറക്കി വിടാമോ, എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഗംഭീരമായിട്ടുള്ള കാര്യം എനിക്കൊരു പിടി കിട്ടുന്നില്ല ബിഗ് ബോസ്, ഞാൻ എന്തിവിടെ ചെയ്യുന്നു, ഇവിടെ വന്ന് എനിക്ക് പുറത്തത് എങ്ങനെ പോകണത്, ഇവിടെ എങ്ങനെ നിൽക്കണത്, വൈൽഡ് കാർഡ്സ് വന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായി, എനിക്ക് വയ്യ ബിഗ് ബോസ്, എനിക്കൊന്നും പിടി കിട്ടുന്നില്ല, എന്നെ ഒന്ന് പുറത്താക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ പറയുന്നു. ബിഗ് ബോസ് ജാസ്മിൻ അലർന്നാണെന്ന് ആൾക്കാരെല്ലാവരും കൂടുന്നു. റസ്മിൻ്റെ അടുത്തും അപ്സരയുടെ അടുത്തും ജാസ്മിനെ കൺഫഷൻ റൂമിൽ കൊണ്ടുവരാൻ പറയാണ്. ജിൻഡോ പറയാണ്, 100% ഈ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വീട്ടിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബാപ്പ ഉമ്മ ഞാൻ പല കളിയും കളിക്കും, നിങ്ങളത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ വന്നപ്പോഴത്തേക്കുള്ള ബാപ്പാക്കും ഉമ്മക്കും വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതിരുന്നത്. പക്ഷെ ഗബ്രി ഉണ്ടല്ലോ, അവൻ പാവമാണ്, അവൻ്റെ വീട്ടിലറിയില്ല, അതാണ് അവൻ്റെ വീട്ടിൽ നിന്ന് വന്ന വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്ത് ഋഷി പറയാണ്, സ്വന്തം ഫാമിലി അങ്ങനെ പറയാൻ പാടില്ല, സ്വന്തം ഫാമിലി അത് നോക്കണ്ടേ, അത് അവരുടെ ഫാമിലി അല്ലേ വലുത്. അപ്പോൾ വീട്ടിൽ നിന്ന് അവർ നോക്കുമ്പോഴത്തേക്ക് അവരെ മോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിനുള്ളിലുണ്ടെങ്കിൽ അവർക്ക് വീഡിയോയിൽ പറയാൻ പറ്റൂല, ബിഗ് ബോസ് ആണിത്. പക്ഷേ നിങ്ങൾ എന്തൊരു ജിൻഡോ എന്നാ പറയണത്. അപ്പോൾ ജിൻഡോ കെട്ടുപിടിക്കുമ്പോൾ പ്രേമമാണ്, ഇവരുടെ പ്ലാൻ എന്താണ്, ഇവരുടെ മൊത്തം പ്ലാനാണിത്. അപ്പോൾ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ ജാസ്മിൻ്റെ അടുത്ത്, എന്താണ് ജാസ്മിൻ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. ജാസ്മിൻ പറയാണ്, എനിക്ക് പോകണം ബിഗ് ബോസ്, എന്നെ കൊണ്ട് പറ്റില്ല, ഇവിടെ എനിക്ക് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ജിൻഡോ അതേസമയം പുറത്ത് 25 ലക്ഷം ഇവനും അങ്ങനെ നീ ഞാനും ആ ലെവലിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഋഷി പറയാണ്, ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ട്രാക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാണെന്നേ. അപ്പോൾ ഗബ്രി ഇതേ സമയം പുറത്ത് വിഷമം ധരിച്ച് മൂകതയിലിരിക്കുന്നു. അപ്പോൾ പൂജയും സിബിനും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ സിബിൻ പറയട, ഗബ്രി എൻ്റെ പൊന്ന് ഗബ്രി, നീ ഒന്ന് കരയാതിരിക്കുക ഗബ്രി, നീ ഒന്നും വിഷമിക്കാതെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക ഗബ്രി, പൂജ പറയാണ്. അപ്പോൾ സിബിൻ, എൻ്റെ കയ്യിൽ നിന്ന് പോവാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മനസാക്ഷി വരെ മണ്ണാങ്കട്ടയില്ല, ഞാൻ വല്ലതൊക്കെ വിളിച്ചാൽ പറയും, ഞാൻ പോകണം ഇവിടെ എന്നാൽ ശരിയാവില്ല, എന്താണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലീലാവിലാസങ്ങൾ ഞാൻ വിളിച്ച് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സിബിൻ പോവാണ്. കുറച്ച് കഴിഞ്ഞ് ഗബ്രി ഇങ്ങനെ ആടി ആട് ബാമ്പേ ആടാട് ബാമ്പേ, ഗബ്രി ഇങ്ങനെ ഇരിക്കുന്നേ, ഇന്ന് ആടി, അയ്യോ ഗബ്രി എന്ത് പറ്റി, അയ്യോ അർജുൻ ഓടി വാ അവിടെ കിടന്ന് ആര് വിളിക്കുന്നു, പൂജ വിളിക്കുന്നു, എല്ലാവരും വരുന്നു. മെഡിക്കൽ റൂമിൽ പോകാം, വാ ബിഗ് ബോസ് മെഡിക്കൽ റൂം, അർജുൻ വിളിക്കുകയാണ്. അപ്പോൾ ഗബ്രി പറയാണ്, വേണ്ട ഞാൻ വരില്ല, എന്നെ വിളിക്കണ്ട, മെഡിക്കൽ റൂമിലോട്ട് ഞാൻ വരില്ല. അവസാനം ഒരുവിധം മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോകുന്നു. ജിൻഡോ ഇതേ സമയം, എൻ്റെ പൊന്ന് ബിഗ് ബോസ്, മനസ്സുറപ്പുള്ള 5-6 പേരെ ഇങ്ങോട്ട് കയറ്റി വിടും, ഇവിടുത്തെ ആൾക്കാരെ കുറേ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് മനസ്സുറപ്പുള്ള ആൾക്കാരെ എടുത്ത് വിട്. ജാസ്മിൻ അവിടെ കൺഫഷൻ റൂമിൽ, ഇവിടെ ഗബ്രി ആണെങ്കിൽ മെഡിക്കൽ റൂം, ഇതെന്താണിത്. പിന്നീട് സിബിൻ അർജുനെടുത്ത് പറയാണ്, ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത് ഇന്നലെ ലാലേട്ടൻ ഇവർക്കൊരു അവസരം കൊടുത്തിട്ട് പോലും ഇവർ എന്താണെന്നുള്ളത് പറഞ്ഞില്ല, ഇനി അവരനുഭവിക്കട്ടെ. ജാസ്മിൻ ഇതേ സമയം കൺഫഷൻ റൂമിൽ നിന്നിട്ട്, റസ്മിനുണ്ട്, അപ്സരയുണ്ട്, എനിക്ക് മാറണം, എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്തരം മനുഷ്യന്മാരാണ് എന്നെ ഇത്രയും അങ്ങനെ. അപ്പോൾ റസ്മിൻ പറയാണ്, എൻ്റെ പൊന്ന് ജാസ്മിനെ, നീ വിഷമിക്കുമ്പോൾ അവനും നിനക്കും അത് പ്രോബ്ലം ഇല്ലേ, നീ വിഷമിക്കുമ്പോൾ അവനും പ്രോബ്ലമാണ്, അവൻ വിഷമിക്കുമ്പോൾ നിനക്കും പ്രോബ്ലമാണ്. അപ്പോൾ സായി ഇതേ സമയം, ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് പറയാൻ അവസരം കൊടുത്തിട്ടും അവർ പറഞ്ഞിട്ടില്ല,
ഇവരെന്താ പറയണത്? ഇവരെ കോർണർ ചെയ്യുന്നു. നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ഏത് കോർണർ ചെയ്യാണ്? നമ്മളവരെ കോർണർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാ? ഇല്ല. പക്ഷെ ഇത് പുറത്തെങ്ങനെയാണ് പോണത്? ഇവരെ കോർണർ ചെയ്യണം എന്നുള്ള രീതിക്ക്. ജാസ്മിൻ ഇതേ സമയം കൺഫെഷൻ റൂമിൽ എനിക്ക് തിരിച്ചു പോകേണ്ട ബിഗ് ബോസ്, എനിക്കൊണ്ട് പറ്റണില്ല, എനിക്ക് ബിഗ് ബോസ് എനിക്ക് വീട്ടിലത്തെ കയറാൻ എനിക്കൊണ്ട് പറ്റില്ല. അപ്പോൾ സായി ഇതേ സമയം പറയണേ, വീഡിയോ സായി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, വീഡിയോ പ്ലേ ചെയ്താണ് ലാലേട്ടൻ. ഇവർ മെൻ്റലി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇവർ മനഃപൂർവ്വം കാണിക്കുന്ന സംഭവമാണിത്. ഇവർ മെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ ഇവർ പിന്നെ എന്തിനിങ്ങനെ പേടിക്കണം? ഇവരപ്പം മെൻ്റലി സ്ട്രോങ് ആണ്. അപ്പം ഇവർ മെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ നേരത്തെ വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ ഈ ഗബ്രി കുടിക്കാത്തത്. അല്ലാതെ തളർന്ന് കിടക്കുന്ന ഒരാൾക്ക് വെള്ളം കുടിക്കുമ്പോൾ അവർ കുടിക്കില്ലേ? അപ്പം ഇതാണ് കാര്യം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഗബ്രി നല്ല അസല ഡ്രാമ കളിക്കുകയാണ്. ഗബ്രി ഈ കളിക്കുന്ന മൊത്തം ഡ്രാമയാണ്. കാരണം വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഇവർ കുടിക്കില്ലേ? അപ്പം അങ്ങനെ കുടിക്കാതിരിക്കണമെങ്കിൽ ഇത് ഡ്രാമ അല്ലേ? ഇപ്പം ഏത് അവർ മെൻ്റലി നല്ല സ്ട്രോങ് ആണ് എന്ന് സായി പറയാണ്. അപ്പോൾ ജാസ്മിൻ ഇതേ സമയം കൺഫെഷൻ റൂമിൽ നിന്ന് എനിക്ക് സംശയമാണ്, എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും തിരിയുന്നു. അപ്പോൾ അൻസിബ ഇതേ സമയം പുറത്ത് എല്ലാം തിരിഞ്ഞു പോയപ്പോൾ ഇത് ഫുള്ള് ബ്ലെയിം ചെയ്യാണ്. അവർ ഇന്നലെ ലാലേട്ടൻ വന്നു, എല്ലാം സംസാരിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് പുറത്ത് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവർ പിന്നെ വീട്ടുകാരെ നമ്മളാണ് ഇവരിങ്ങനെ ആക്കി എടുത്തതെന്ന് നമ്മളെ ബ്ലെയിം ചെയ്യാണ്. പിന്നീട് ജാൻമണിയും ജിൻഡോയും കൂടി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ജാസ്മിനും ഗബ്രിയും കൂടെ പുറത്ത് വരുന്നു ബെഡ്റൂമിൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, സാരമില്ലട പോട്ടെ 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 ഗബ്രി, സാരമില്ല പോട്ടെ. ഗബ്രി പറയാണ്, പോട്ടെ ജാസ്മിൻ, സാരമില്ല, ഫുഡ് കഴിക്ക്, നീ ഫുഡ് കഴിക്ക് ഗബ്രി, നീ ഫുഡ് വല്ലതും കഴിച്ചോ? ഐ ലവ് യു ജാസ്മിൻ. എന്നോടാണോ നീ ചോദിക്കുന്ന ഫുഡ് കഴിച്ചു? എനിക്ക് ഫുഡ് അങ്ങോട്ട് ഇറങ്ങുന്നില്ല, എനിക്ക് വേണ്ട. ഞാൻ എന്തേലും പറഞ്ഞ നിനക്ക് വിഷമമായോ ഗബ്രി? എന്തായാലും നിനക്ക് വിഷമമായോ എന്ന് ഞാൻ എന്തോ പറയാൻ, എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല. ബിഗ് ബോസ് ഗബ്രി സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അങ്ങനെ ഗബ്രി പോകുന്നു. അടുത്ത് റസ്മിൻ ജിൻഡോയുടെ അടുത്ത് പറയാണ്, ജിൻഡോ 2 ദിവസത്തേക്ക് ജാസ്മിനെ ഒന്നും ചെയ്യരുത്, ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒന്നും ചെയ്യരുത്, 2 ദിവസം അവളുടെ കാര്യം മുഴുവൻ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ജിൻഡോ പറയാണ്, ആ ഓക്കെ, പക്ഷെ ആ 2 ദിവസം നീ എൻ്റെ മേലേക്ക് കയറാൻ വരരുത്. അവിടെ കൂടെ നിന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ഉത്തര സ്വഭാവമാണ് നിനക്ക്. നീ ആ 2 ദിവസം എൻ്റെ മണ്ടേ കയറാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹാലളവും. പിന്നെ ഞാൻ നിന്നെ പറയാൻ കേട്ടാ, ഇല്ല ഞാൻ ഒന്നിനും വരില്ല. ഗബ്രി പിന്നീട് എവറിബഡി നീഡ് സം വൺ. നമ്മളെ ഓഡിയൻസ് സൈക്കോളജിസ്റ്റിൻ്റെ കണ്ടന്റ് വന്നതിന് ശേഷമാണ് എവറിബഡി നീഡ് സം വൺ. എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ വേണം. നമ്മളെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിനൊരു മറുപടിയല്ലേ ജാസ്മിൻ നമ്മൾ ഫസ്റ്റ് ഒരു നോമിനേഷൻ സേവ് ചെയ്തത്? ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ നോമിനേഷനിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ പ്രേക്ഷകർ നമ്മളെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ അർത്ഥം. പിന്നീട് ഫുഡ് കഴിക്കാനിരിക്കുന്ന 2 പേരും ഗബ്രി പറയുകയാണ്, നീ ഓക്കെ ആണോ ജാസ്മിൻ? ഞാൻ ഓക്കെ കഴിഞ്ഞാൽ നീ ഓക്കെ ആവോ? ഏട്ടാ ഞാൻ ഓക്കെ ആടാ, ഞാൻ ഓക്കെയാ. അടുത്ത അതിനുശേഷമാണ് ക്യാപ്റ്റൻ്റെ അധികാര കൈമാറ്റം വരുന്നത്. ജാസ്മിൻ്റെ ബാൻഡ് ജിൻഡോയ്ക്ക് കെട്ടിക്കൊടുക്കുന്നു. ബിഗ് ബോസ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ജിൻഡോ പറയാണ്, എന്നെ ജയിപ്പിച്ച വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച എല്ലാവർക്കും നന്ദി, നല്ലൊരു പ്രവർത്തനം ഞാൻ കാഴ്ചവെക്കും. ബിഗ് ബോസ് മുൻപത്തെ ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിനെ ഏത് ടീമിലിടാൻ പോവാണ്? അത് ഓൾറെഡി ഞാൻ ജാസ്മിനടുത്തും ഗബ്രിയടുത്തും ആദ്യം ചോദിച്ചപ്പം അവരെ 2 പേരെ ഒരു ടീമിലിടാനാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ വീട്ടുകാരടുത്ത് മൊത്തം ചോദിച്ചപ്പോഴത്തേക്കും വീട്ടുകാർ പറഞ്ഞു അവരെ 2 പേരെ 2 ടീമിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വൽ ഗെയിം കാണാൻ പറ്റുമെന്ന്. ഞാൻ ജാസ്മിനടുത്ത കാര്യം വീണ്ടും ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ജിൻഡോ കാക്കാക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ. അങ്ങനെ ഞാൻ ജാസ്മിനെ നെക്സ്റ്റ് ടീമിലോട്ട് ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സിബിൻ്റെയൊക്കെ ടീം, അതായത് സിബിൻ, ശ്രീതു, അൻസിബ, ശ്രീരേഖ ഉള്ള ടീമിലോട്ട് ഞാൻ ജാസ്മിനെ ഇടുവാണ്. ഓക്കെ, അടുത്ത് അപ്പോൾ ബിഗ് ബോസ് പറയാണ്, ശിക്ഷയുടെ ഭാഗമായിട്ട് അഭിഷേക് ശ്രീകുമാർ പവർ ടീമിലല്ല ഇപ്പോൾ. അപ്പോൾ പവർ ടീമിലുള്ള അഭിഷേക് ശ്രീകുമാറിനെ അപ്പോൾ എങ്ങോട്ടാണ് ഇടാൻ പോകുന്നത്? അത് ഞാൻ ഡെന്ന് ടീമിലാണ് ഇടാൻ പോകുന്നത്. ഡെന്ന് ടീമിലോട്ട്, അതായത് നന്ദന, നോറ, അഭിഷേക്, ജയദീപ്, സായി ഒക്കെ ഉള്ള ടീമിലോട്ടാണ് ഞാൻ ശ്രീകുമാറിനെ ഇടുന്നത്. ഇപ്പം എന്തായി സംഭവം? ശ്രീകുമാറും ജയദീപും ഒരു ഇതിനകത്ത് അപ്പോൾ അടി നടക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അടുത്ത് പിന്നീട് ഓരോരോ ടീമുകൾ ഇത്തവണത്തെ ഡ്യൂട്ടീസാണ്. സിബിൻ, ജാസ്മിൻ, ശ്രീതു, അൻസിബ, ശ്രീരേഖ ഇവരെ ഇത്രയും ടണൽ ടീമാക്കുന്നു. ബാത്റൂം ഡ്യൂട്ടിയാണ്. നന്ദന, നോറ, അഭിഷേക്, ജയദീപ്, സായി, അഭിഷേക്, ശ്രീകുമാർ ഇവരിത്രയും നെക്സ്റ്റ് ടീം ഫ്ലോറാണ് ക്ലീനിങ്.
അർജുൻ, അപ്സര, ഗബ്രി, റസ്മിൻ ഇവരിത്രയും കിച്ചനാണ്, ഡൺ ടീമാണ്, ഡൺ റൂമാണ്. ശരണ്യ, ജാൻമണി, പൂജ, ഋഷി ഇവർ പവർ ടീമാണ്, അറിയാമല്ലോ. ഇതിനകത്ത് അൻസിബ, നന്ദന, അപ്സര ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസ്. പിന്നീട് ബിഗ് ബോസ് ക്യാപ്റ്റൻസിനുള്ള പവർ റൂമിനകത്തുള്ള പ്രവേശനം അവരുടെ മറ്റേ ആഘോഷങ്ങളൊക്കെയാണ്. അതിനുശേഷമാണ് പവർ റൂമിലുണ്ടായിരുന്ന അഭിഷേക് ശ്രീകുമാർ ഇപ്പോൾ പവർ റൂമിൽ ഇല്ലല്ലോ, അവിടെ നിന്ന് മാറി. അപ്പം അഭിഷേക് ശ്രീകുമാറിന് പകരം അതിനകത്ത് ആരൊക്കെ വരണം എന്നുള്ളത്, ആർക്ക് ഒരാൾക്ക് വരാം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. ആക്ടിവിറ്റി ഗാർഡൻ ഏരിയയിൽ കുറച്ച് പെഡസ്റ്റൽസ് വെച്ചിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സും വെച്ചിട്ടുണ്ട്. ഓരോ ടീമായിട്ട് ബസ്സിലടിക്കുമ്പോഴത്തേക്കും ഓടിപ്പോയത് 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും ഉള്ളത്. ആദ്യം 1 ആരാണോ എടുക്കുന്നത് അവർക്ക് ആദ്യം അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാം. 2 ആരാണോ എടുക്കുന്നത് അവർക്ക് രണ്ടാമത് സ്റ്റാൻഡ് വ്യക്തമാക്കാം. ബസറിൻ്റെ സമയം ഒരു നിശ്ചിത സമയമാണ്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണോ നിങ്ങളുടെ സമയം വ്യക്തമാക്കുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ പവർ ടീം തീരുമാനിക്കും ആരെ വേണം എന്നുള്ള കാര്യം. അങ്ങനെ അത് സൂപ്പറായിട്ടുള്ള ആ ടാസ്ക് നടന്നു പോവുകയാണ്. അതിനകത്ത് ഫസ്റ്റ് സിബിൻ്റെ ടീം പോകുന്നു. നന്ദന 1 എടുക്കുന്നു, അഭിഷേക് ജയദീപ് 2 എടുക്കുന്നു, നോറ 3 എടുക്കുന്നു, സായി 4 എടുക്കുന്നു. അവിടെയും അഭിഷേക് ശ്രീകുമാറിന് അവസരമില്ല. അപ്പം നന്ദന പറയണത് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊരു നനഞ്ഞ പടക്കമാണെന്ന് പലരും പറയുന്നുണ്ട്, അല്ല എന്നാണ് നന്ദന അഭിപ്രായം വ്യക്തമാക്കുന്നത്, എന്നെ പവർ ടീമിലോട്ട് എടുക്കണം. ജയദീപ് പറയുന്നത് ഞാനൊരു ഗുഡ് ലിസണറാണ്, ടീം പ്ലെയറാണ്, ഞാൻ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേൾക്കാറുണ്ട്. ജിൻഡോയെ മെരുക്കിയെടുത്തത് എൻ്റെ ടീമിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്കിലൊക്കെ എനിക്ക് ജയിക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറയാണ്. ജയദീപ് സൂപ്പറായിട്ട് പോയിന്റ് പറയുന്നുണ്ട്. നോറ പറയാണ് 5 നോമിനേഷൻ സർവൈവ് ചെയ്ത ആളാണ് ഞാൻ, എനിക്ക് നല്ലൊരു നിലപാടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാൻമണിയെ പോലൊരാൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞ സമയത്ത് അതെല്ലാം ഞാൻ ക്ഷമിക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ. ഈ പറയുന്ന പവർ ടീം ഇപ്പോൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ നോറ പറഞ്ഞതാണ്. ഞാൻ പ്രൊവോക്ഡ് ആവാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് പവർ ടീം പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണ് അതിൽ വരാൻ ഏറ്റവും കൂടുതൽ അധികാരം. അപ്പം ഞാനിനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി, സായിച്ചേട്ടൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് അവിടെ നല്ല പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സായി തിന്നും കുടിക്കും, പണിയെടുക്കാതെ അവിടെ സൂഹിക്കാം, അത് ആരുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് വരണം തീരുമാനിച്ചത്. അടുത്ത ടീം പോകുന്നു. ഗബ്രിക്ക് 1, അർജുന് 2, റസ്മിന് 3, അപ്സരയ്ക്ക് 4. അങ്ങനെയാണ് അവരുടെ നമ്പേഴ്സ് കിട്ടുന്നത്. ഗബ്രി ആദ്യം വള എന്തൊക്കെയാണ് പവർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കിട്ടാനുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു കാര്യമില്ലാത്തൊരു കാര്യം. സിബിൻ പറയുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു. സർവാധികാരം കണ്ടുപിടിക്കാൻ ഇതുവരെ വീട്ടിലുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. വൈൽഡ് കാർഡായിട്ട് ഞാൻ വന്നതുകൊണ്ട് എനിക്ക് നല്ല സൈഡ് അറിയാം, ബാഡ് സൈഡ് അറിയാം, അതിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും ഞാൻ നടത്തുന്നത് എന്നെല്ലാം പറഞ്ഞ് സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നു. ശ്രീരേഖ പറയുന്നു ഫസ്റ്റ് വീക്ക് ഞാൻ ഉണ്ടായിരുന്നു, പൊളിയായിരുന്നു. ജാൻമണി കണ്ടില്ലേ, ഫസ്റ്റ് വീക്ക് ഉണ്ടാകുന്ന ജാൻമണി വീണ്ടും വന്നെങ്കിൽ അത് നമ്മുടെ പവർ ടീമിൻ്റെ ബലമാണ് എന്നെല്ലാം പറഞ്ഞ് അവസാനം ജാസ്മിൻ്റെ ടീമിൽ ഉള്ളതെന്ന് വരുന്നു. ജാസ്മിൻ പറയുന്നു വാഗ്ദാനങ്ങൾ, ഇംപ്ലിമെൻറ്റേഷൻ, കൂട്ടായ്മ അതെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒരു ടീം പ്ലെയർ ആയിട്ട് നിൽക്കും. ഞാൻ ഇപ്പോൾ ഡൗൺ ആണ്, എനിക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് എന്നെല്ലാം പറയാണ്. അടുത്ത ശ്രീതു, പവർ ടീമിൻ്റെ പ്ലാനിങ്ങുകളിലേക്ക് എനിക്ക് വരണമെന്ന് താല്പര്യമുണ്ട്. പോയിട്ട് വന്നവർ ഇനിയിപ്പോൾ പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അതിനകത്തോട്ട് പോകണം. അവിടെ പോയിട്ടുള്ളവർ പോകണ്ടെന്ന് പറയുന്നത് എനിക്ക് പക്ഷേ എന്നെ തോന്നണം. അപ്പോൾ അൻസിയ പറയാണ് ഫെയർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ക്യാപ്റ്റൻസി എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. 2-3 ദിവസമാണെങ്കിലും പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത് എന്നെല്ലാം പറയുന്നു. അവസാനം പവർ ടീം തീരുമാനിക്കുകയാണ് ആര് വരണം, സിബിൻ വരണം. നല്ല കാര്യം ചിന്തിക്കാനും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ സിബിനെ കൊണ്ടുവരും. സോ സിബിൻ വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സിബിനും കൂടി പവർ റൂമിലേക്ക് വരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ടണൽ ടീമിൽ പെൺപട മാത്രമാവുന്നു. ജാസ്മിൻ, ശ്രീതു, അൻസിബ, ശ്രീരേഖ ഇവർ 4 പേര് മാത്രം അതിനകത്താവുന്നു. പകരം സിബിൻ പവർ റൂമിനകത്ത് വരുന്നു. ശരണ്യ, ജാൻമണി, പൂജ, ഋഷി അവരുടെ കൂട്ടത്തിൽ സിബിനും കൂടി വരുന്നു. പിന്നീട് ഗബ്രിയും ജാസ്മിനോട് എന്നിട്ടുള്ള സംസാരമാണ്. ഗബ്രി പറയാണ് ജിൻഡോയെ ഞാൻ വെള്ളം കുടിപ്പിക്കും, നീ നോക്കിക്കോ, ക്യാപ്റ്റനെതിരെ നിൽക്കും ഞാൻ, അവൻ വാക്ക് പാലിച്ചില്ല. അപ്പോൾ അപ്സര പറയാണ് പവർ ടീം എന്താണ് ഇവിടെ കാണിക്കുന്നത്, പവർ ടീമിൻ്റെ അടുത്ത് എന്തോ ഒരു പുച്ഛമാണ് ഇവർക്ക്, പുച്ഛം മാത്രമാണ് എനിക്ക് എന്നും അൻസിബയും ഋഷിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംഭവം മാത്രമാണ് പവർ ടീം. എന്നിട്ട് അവരെന്താണ് കാണിക്കുന്നത്? അപ്പോൾ ജാസ്മിൻ പറയാണ് അവർ പറഞ്ഞു കേട്ടില്ലേ പൂജത്തമ്പുരാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചിട്ട് അവർ പറയുന്നത് അത് കോമഡിയാണെന്ന്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡിയല്ല, അത് പ്രശ്നം. സിബിൻ പറഞ്ഞു അയ്യോ അത് കോമഡിയാണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് സ്വേച്ഛാധിപത്യം, അവർക്ക് എന്തോ ആവാം. അപ്പം അടുത്ത് ഗബ്രി പറയാണ് അവർക്ക് ഫ്രീഡം കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഈ പവർ ടീമിലൂടെ. എന്താ പവർ ടീമിലുള്ള ആൾക്കാർക്ക് നിയമം നടപ്പിലാക്കാൻ അറിയത്തില്ല, അപ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടും, അവർ പറയുന്നുള്ളത് തന്നെയാണ്. പിന്നീട് അൻസിബ, ഋഷി, ഇപ്പം നോമിനേഷനിലുള്ള ആരൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അൻസിബ, ഋഷി, ശ്രീരേഖ, നോറ, ശരണ്യ,
പിന്നെ ജാൻമണി, ജിൻഡോ, അൻസിബ, ശ്രീതു ഇവർ ഇത്രയാണ്. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർക്ക് പോയി വോട്ട് ചെയ്യുക. അടുത്ത് ബിഗ് ബോസ് പ്ലസ്സിൽ ജാസ്മിൻ ഇന്നലെ രാത്രി വീക്കെൻഡ് കഴിഞ്ഞതിന് ശേഷം റസ്മിൻ്റെ അടുത്ത് പറയാണ്, ഇത് നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ പുറത്ത് നടക്കില്ല. ഗബ്രിയുടെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ അല്ല. അപ്പോൾ റസ്മിൻ പറയാണ്, നീ പോയി കഴിഞ്ഞാൽ അവൻ കളിക്കും. അവൻ പോയി കഴിഞ്ഞാൽ നിനക്ക് കളിക്കാൻ പറ്റില്ല ജാസ്മിനെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച്. രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഗബ്രി എഴുന്നേൽക്കുന്നു. ബിഗ് ബോസ് എനിക്ക് മെൻ്റലായിട്ട് ഭയങ്കര പ്രഷറുണ്ട്, എൻ്റെ മൈൻഡ് കൈവിട്ട് പോകുന്നുണ്ട്, എൻ്റെ ബോഡിയൊക്കെ എനിക്ക് താളം പെട്ടുന്നുണ്ട്, എനിക്ക് ക്വിറ്റ് ചെയ്യണം ബിഗ് ബോസ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നെല്ലാം പറയുന്നു. ജാസ്മിനും ഗബ്രിയും കൂടെ പിന്നീട് രാത്രി 1:30 ആകുമ്പോഴത്തേക്ക് ജാസ്മിൻ പറയാണ്, എനിക്ക് വയ്യടാ, എനിക്ക് വയ്യ. ഗബ്രി പറയാണ്, നമുക്ക് നിർത്താം ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ പറയാണ്, എനിക്ക് മടുത്തു, പുറത്തു പോയി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. പോണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകർ തന്നെ നമ്മൾ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർ ജനങ്ങൾ പുറത്താക്കും. എനിക്ക് അറിഞ്ഞ എന്ത് മാനിപ്പുലേഷനാണ് ഇവിടെ നടക്കുന്നത്. റസ്മിനും ജാസ്മിനും കൂടെ പിന്നീട് സംസാരിക്കുന്നു. സ്ട്രഗിൾ ചെയ്തത് മതി ജാസ്മിൻ. ജാസ്മിൻ പറയാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല റസ്മിൻ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കറിയില്ല. പിന്നീട് ജിൻഡോയും അൻസിബയും പിറ്റേന്ന് രാവിലെയാണ് അഭിഷേകം കൂടെ വരുന്നത്. ജിൻഡോ എല്ലാവരുടെ അടുത്തും ഞാൻ പവർ ടീമിലെന്ന് ജാസ്മിനെയും ഗബ്രിയെയും കൂടെ ഒരു ടീമിൽ കൊണ്ടുവരണമെന്ന് ചോദിക്കുന്നു. ജയദീവ് പറയാണ് വേണ്ട, അവരെ രണ്ടുപേരെ 2 ടീമിലാക്കണം, അപ്പോൾ അവർ നല്ലപോലെ കളിക്കും. ജിൻഡോ പറയാണ് മാനസിക വിഷമമുണ്ട് രണ്ടുപേർക്കും, സെപ്പറേറ്റ് ആയിട്ട് 2 പേർക്കും പോയി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അവർ കളിക്കുമെന്ന് പറയുന്നു. പിന്നീട് സിബിൻ, ജിൻഡോ, സായി, ഋഷി, ജയദീപ്, ശരണ്യ ഇവരിയ്ക്കുന്ന സമയത്ത് സിബിൻ പറയണം, ഇവരിപ്പോൾ കാണിക്കുന്നത് ഇവർക്ക് ക്വിറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ്. അതെന്താണ്, പുറത്ത് പോകുമ്പോൾ അത് ഇമോഷണലായിട്ട് ഇവർക്ക് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിക്കുന്നത്. ഇവർ നല്ല കള്ളം പഠിച്ച ആൾക്കാരാണ്, ഗെയിം പഠിച്ച ആൾക്കാർ, അവിടെ ഗെയിമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോറയും സായും സിബിനും നന്ദനയും കൂടെ ഇരിക്കുന്ന സമയത്ത് നോറ പറയാണ്, വ്യക്തിപരമായി എന്നെ പലതവണ അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് ജാൻമണി ചേച്ചി, ഭീഷണി, വ്യക്തിഹത്യ, തുപ്പി. അപ്പോഴത്തേക്ക് സിബി പറഞ്ഞു, തുപ്പലിൻ്റെ കാര്യം പറയണം, നിൻ്റെ ദേഹത്ത് തുപ്പിക്കഴിഞ്ഞാൽ നിനക്കത് ഫിസിക്കൽ അസോൾട്ടാണെന്ന് പറയാം. തുപ്പി, ജാൻമണി ചേച്ചി തുപ്പി എൻ്റെ ദേഹത്ത് തെറിച്ചു, അപ്പോൾ അതാണെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ടാണ്. സായി പറയാണ്, അപ്പോൾ നീ ഇങ്ങനെ അല്ലല്ലോ എന്നല്ല പറഞ്ഞത്, അവർ തുപ്പി എൻ്റെ ദേഹത്ത് എനിക്കത് ഫീൽ ചെയ്തു, പക്ഷേ വെള്ളം തെറിച്ചതാണോ തുപ്പൽ തെറിച്ചതാണോ അതെനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ വീണ്ടും ജയദീപ് നോറ എടുത്ത് പറയാണ്, അവരിപ്പോൾ ഒന്ന് താഴ്ന്നിട്ടുണ്ട്, അവരങ്ങ് പൊയ്ക്കോട്ടെ, ഒരു പൊടിക്കങ്ങ് പൊയ്ക്കോട്ടെ. അപ്പോൾ നോറ പറയാണ്, എന്തിന്? അപ്പോൾ എനിക്ക് അവിടെ ജയദീപ് പേഴ്സണലി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യും പോലെ തോന്നി. ജാൻമണി ഒതുങ്ങി, അതൊക്കെ വേറെ ആരും, പക്ഷേ ജയദീപ് അവിടെ പറയും പോലെ നമ്മുടെ ജാൻമണിയെ സപ്പോർട്ട് ചെയ്യും പോലെ. അപ്പോൾ സിബിൻ പറയാണ്, അവർ ആത്മാർത്ഥമായി ഇതുവരെ നിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞില്ലെന്നാണ് നീ പറയുന്നത്, ഓക്കെ അത് ശരിയാണ്. പിന്നീട് ജാസ്മിനും പൂജയും കൊടുക്കുന്ന സമയത്ത് ജാസ്മിൻ പറയാണ്, പൂജ നീ എൻ്റെ അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല ഞാൻ നിൻ്റെ അവസ്ഥയിൽ വരില്ല, കാരണം ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡാണ് എനിക്ക് ഏറ്റവും വലുത്, ഞാനത് നോക്കിയിട്ടേ ചെയ്യണം. അപ്പോൾ ജാസ്മിൻ പറയാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, പുറത്ത് പോകുന്നത് എനിക്കറിയില്ല, എന്താണ് തെറ്റ്. പിന്നീട് ജിൻഡോയും ശ്രീരേഖയും കൂടെ സംസാരിക്കുകയാണ്. ശ്രീരേഖ എല്ലായിടത്തും ജിൻഡോ അഭിപ്രായം ചോദിക്കുകയാണ്. ശ്രീരേഖ പറയുന്നത് ടീം മാറ്റി കൊടുക്കണം ഇവരുടെ 2 പേരുടെയും. ജാസ്മിനും പൂജയും കൂടെ സംസാരിക്കുന്നു. ജാസ്മിൻ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് നോക്കിയേ പറ്റുള്ളൂ, നീ ഒരുപാട് ഓവർ തിങ്കിങ് ആണ് ജാസ്മിൻ. ജിൻഡോയും ശ്രീരേഖയും കൂടെ. ജിൻഡോ പറയാണ്, ഇവർ 2 പേരും കൂടി കാണിക്കുന്നത് ഇവരുടെ ലവ് ട്രാക്കിന് വർക്കാവില്ല, അപ്പോൾ ഇനി ഇവരുടെ അടുത്ത് സെൻറ്റിമെൻ്റൽ പിടിപിടിക്കാനാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അടുത്ത് പൂജ ജാൻമണി എടുത്ത് പറയുകയാണ്, എനിക്ക് കരയാൻ, എനിക്ക് ഇവരുടെ കരച്ചിലുണ്ട്, എനിക്ക് പറ്റില്ല ചേച്ചി, എനിക്ക് പറ്റില്ല, ഇവിടുത്തെ ജീവിതം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ആ ലെവലിലോട്ട് പോയിരിക്കുകയാണ്. കാരണം പുറത്ത് അത്ര നെഗറ്റീവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ കേസിൽ പൂജ കരയാണ് ജാൻമണി എടുത്തുനിന്ന്. ഋഷി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഋഷി ജാസ്മിൻ്റെ അടുത്ത് പറയാണ്, പുറത്തെ ആൾ, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വേണ്ടി പുറത്തൊരാൾ കാത്തിരിക്കുന്നുണ്ട്, അപ്പോൾ ആൾക്ക് വിഷമാവോ, അത് പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും എനിക്കറിയില്ല, അപ്പം നിനക്ക് വിഷമാവോ? വിഷമം ഉണ്ടാവും. അപ്പം ഗബ്രി ഈ പറയുന്ന പോലെ പിരിയുന്നതായിരിക്കും, അതായിരിക്കും എനിക്ക് വിഷമം. അങ്ങനെ അല്ലടാ, നീ ഇപ്പം പറഞ്ഞു വരുന്നത് ഞാനും അവരോട് തമ്മിൽ പ്രണയം ഉണ്ടെന്നാണോ? അങ്ങനെയല്ല. പിന്നീട് നന്ദനയും സായിയോട് സംസാരിക്കും. നന്ദന പറയാണ്, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജാസ്മിനെ നമുക്ക് എടുത്താലോ? സായി പറയണം, വേണ്ട, അബിയെ കൊണ്ടുവരണം. അപ്പം നോറ പിന്നീട് റസ്മിനെ പറയാണ്, എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല, എന്തൊക്കെയാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. പിന്നീട് സിബിനുമായിട്ടുള്ള എന്തോ ഇഷ്ടമാണ്. സിബിൻ വന്ന്, മോളെ ഞാൻ എൻ്റെ സഹോദരിയെ പോലെയാണ്, സോറി എന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞിട്ട് പോകുന്നു. പുറത്ത് അർജുനും ശരണ്യയും ശ്രീതു കൊണ്ടിരിക്കുന്ന അർജുൻ പറയാണ്, സിബിൻ പലരിടത്തും പെരുമാറുന്ന ശരിയല്ല, ഒരു ഡിസ്റ്റൻസിൽ സംസാരിക്കേണ്ടതാണ്. സിബിനോട് ആണും പെണ്ണും ഇല്ലാത്ത വേർതിരിവില്ലാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീതു നേരെ സിബിൻ്റെ പോയി പറയുന്നു, ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ എൻ്റെ കൈ പിടിച്ച് ഉമ്മ വെച്ചത് എനിക്ക് ഇറിറ്റേഷനായിട്ട് തോന്നി, ഒരുമാതിരി തോന്നി. അപ്പോൾ സിബിൻ പറയണം, പുറത്തങ്ങനെ പോകുമെന്ന് കരുതിയിട്ടാണല്ലേ, സോറി മോളെ,
ഞാനങ്ങനെ ഡെമോയ്ക്ക് വേണ്ടി സോറി ഞാനങ്ങനെ ചെയ്യില്ല, ഞാനങ്ങനെ ഇൻറ്റൻഷനോടുകൂടി ചെയ്തതല്ല. എനിക്കറിയാം, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ നിങ്ങളുടെ ഇൻറ്റൻഷൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുവാണ്. ഇത്രയാണ് ഇന്നത്തെ ദിവസം നടന്നത്. എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്ത ലൈവ്. എനിക്ക് ഫ്രൈഡേ വരെ എക്സാമാണ്. വെനസ്ഡേ ഒരു എക്സാമും ഫ്രൈഡേ ഒരു എക്സാമും ഉണ്ട്. അപ്പോൾ എനിക്ക് വെനസ്ഡേയുടെ തലേന്നായ ട്യൂസ്ഡേയും എക്സാമായിട്ടുള്ള വെനസ്ഡേയും ഫ്രൈഡേയുടെ എക്സാമിൻ്റെ തലേന്നായ തേഴ്സ്ഡേയും എക്സാമായിട്ടുള്ള ഫ്രൈഡേയും ചെയ്യാൻ പറ്റും. ഫ്രൈഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആക്റ്റീവായിട്ട് വരും, ലൈവ് അപ്ഡേറ്റും എല്ലാം തന്നുകൊണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താ, എല്ലാവരുടെയും ഗെയിമുകളൊക്കെ ഒരു പരിധിയായിരിക്കും. അപ്പോൾ വീട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സിബിൻ നല്ലൊരു ഉഷിരം ഗെയിം കളിക്കുക, സിബിൻ്റെ പ്ലാൻ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് പരദൂഷണോ ഏഷ്യനെയൊക്കെ വെട്ടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് മുന്നോട്ട് പോകും സിബിൻ്റെ ഗെയിം. നമുക്ക് നാളെ നോക്കാം. ഗബ്രിയുടെ ഡ്രാമാസൊക്കെ പൊളിഞ്ഞ് വരുന്നുണ്ട്. ഗബ്രിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ജാസ്മിൻ്റെയും അതുപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങോട്ട് പോകും, എന്താവും അറിയില്ല. നാളെ ഒരു അടിയാണ് കാണുന്നത്. നോറയുടെ ഗ്രഡ്ജിനെതിരെ സായി പ്രതികരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ പറ്റുമെങ്കിൽ വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബിഗ് ബോസ് ആയിരുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.